ആറന്മുളയിൽ ഇത്തവണ വൻപൻ പോരാട്ടമാണ് നടക്കുന്നത്. മന്ത്രി വീണ ജോർജിന് ഇത്തവണ ജയിച്ചു കയറുക അത്ര എളുപ്പമല്ല എന്നാണ് ആറന്മുളയിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. ആറന്മുളയിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വമ്പൻ നീക്കങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എത്തിയത് ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷീന നേരിട്ടാണ്. വീണ ജോർജിനെതിരെ കടുത്ത പ്രചരണമാണ് അവിടെ നടക്കുന്നത്. മാത്രവുമല്ല, ആശാ വർക്കർമാരും വീണ ജോർജിനെതിരെയും LDF സർക്കാരിനെതിരെയും പ്രചരണത്തിന് പല മണ്ഡലങ്ങളിലും ഇറങ്ങുന്നുണ്ട്. എന്തായാലും വീണ ജോർജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഭരണകാലത്ത് വലിയ രീതിയിൽ ഉയർന്നു കേട്ടതാണ്. ആറന്മുളയിൽ എങ്ങനെയും ജയിച്ചു കയറുക എന്നത് വീണ ജോർജിനെ സംബന്ധിച്ച് അതിസാഹസികമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ, ചില പ്രീപോൾ സർവേകൾ അടക്കം പരിശോധിക്കുമ്പോൾ ആറന്മുളയിൽ വീണ ജോർജിന് അത്ര വേഗത്തിൽ ജയിച്ചു കയറാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിക്കൊപ്പമാണ് ഹർഷീന ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങിയത്. അവഗണിച്ച് അപമാനിച്ചു വിടുന്ന ജനപ്രതിനിധികളെയല്ല നമുക്ക് വേണ്ടത് എന്നാണ് ഹർഷീന മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ആരോഗ്യമന്ത്രിക്ക് നേരെ വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥിക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ നിന്ന് അതിക്രൂരമായ ഒരു അനുഭവം നേരിട്ട യുവതി ചെയ്തിരിക്കുന്നത്. കൂടെ ഉണ്ട് എന്ന് വാക്കുകൾ കൊണ്ട് മാത്രം പറയുകയും പ്രവർത്തികൾ കൊണ്ട് വഞ്ചിക്കുകയും ചെയ്ത അവർക്കെതിരാകട്ടെ നമ്മുടെ ഓരോ വോട്ടും എന്നാണ് ഹർഷിന പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അനുഭവിച്ച വേദനയാണ് നമ്മുടെ രാഷ്ട്രീയം. അഹങ്കാരവും ധാർഷ്ട്യവും കാണിക്കുന്നവർക്കെതിരെ ആവട്ടെ ഓരോ വോട്ടും എന്നും ഹർഷിന പറഞ്ഞു. സാധാരണ ജനങ്ങളോട് കൂടെ നിൽക്കുന്ന വിഷമങ്ങൾ കേൾക്കുന്നവർക്കൊപ്പമാകട്ടെ ഓരോ വോട്ടും എന്നും ഹർഷിന മാധ്യമങ്ങളോട് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആശാ വർക്കർമാരും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയിരിക്കുകയാണ്. അബിൻ വർക്കിക്ക് അനുകൂലമായി അവർ പ്രചാരണം നടത്തുകയാണ്. അവകാശ പോരാട്ടം നടത്തിയ ആശമാരോട് പ്രതികാരം ചെയ്യുന്ന സർക്കാരിനെതിരെ വിധി എഴുതണം എന്ന പോസ്റ്ററുകളാണ് ആശാ വർക്കർമാർ അവിടെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. സ്വതന്ത്രമായാണ് ഇവർ പ്രചാരണം നടത്തുന്നത്. ആശാ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന നിലപാടാണ് സമര നേതാക്കൾ കൈക്കൊള്ളുന്നത്. രാവിലെ 10:30 പത്തനംതിട്ട നഗരത്തിൽ ആശാ വർക്കർമാർ പ്രചാരണത്തിനെത്തി. എന്തായാലും ഇതെല്ലാം UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കാൻ സഹായിക്കുമെന്ന കണക്കുകൂട്ടലുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആറന്മുളയിൽ ഇത്തവണ അബിൻ വർക്കി ജയിച്ചു കയറും എന്ന ചില സൂചനകളും പുറത്തേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് അത് കനത്ത തിരിച്ചടിയാകും. വീണ ജോർജിന്റെ പരാജയം സർക്കാരിന്റെ തന്നെ ഒരു പരാജയമായി വിലയിരുത്തപ്പെടുകയും ചെയ്യും.